അങ്ങനെ തോൽവികളുടെ ഒരു സ്ട്രീക്കിന് ശേഷം നമ്മളൊരു മത്സരം ജയിച്ചിരിക്കുകയാണ്, അതും ഒരു ക്ലീൻ ഷീറ്റിൽ. ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്, എന്നാൽ അത്രത്തോളം ഹാപ്പിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം എല്ലാ ഫാൻസിനും തന്നെ അറിയാം നമ്മൾ ഇന്നലത്തെ ഒരു മത്സരം ജയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മത്സരം വെച്ച് അടുത്ത കളികളിലേക്ക് പോയാൽ നമ്മൾ ജയിക്കുമോ? അതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ജയിക്കാം, ചിലപ്പോൾ തോൽക്കാം. ബട്ട് കുറേ പോസിറ്റീവ് പോയിന്റ്സ് നമുക്ക് ഇന്നലത്തെ മത്സരത്തിൽ കാണാനുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഇന്നലത്തെ മത്സരം കണ്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിലാണെങ്കിലും ജിയോ സിനിമയിലാണെങ്കിലും ആ ഫസ്റ്റ് ഹാഫ് ഒന്ന് സ്കിപ്പ് ചെയ്യുക. കാരണം ഫസ്റ്റ് ഹാഫ് കാണേണ്ട കാര്യമില്ല, അതിൽ ഒന്നും തന്നെ ഇല്ല. രണ്ട് ടീമിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും എനിക്ക് തോന്നുന്നു മുഹമ്മദ് FC കയ്യിൽ നിന്ന് ഒരു ഷൂട്ടോ അല്ലെങ്കിൽ ഷൂട്ട് ഓൺ ടാർഗറ്റ് പോലും ഫസ്റ്റ് ഹാഫിൽ ഇല്ലായിരുന്നു. സോ ഫസ്റ്റ് ഹാഫ് സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ഹാഫ് മാത്രം കാണുക. എന്തൊക്കെയാണെങ്കിലും വീഡിയോക്ക് ഡീപ്പായി കിടക്കുന്ന മുമ്പ് നമ്മുടെ ചാനൽ 100K എന്ന വലിയ ഫാമിലിക്ക് ഇനി കുറച്ച് സബ്സ്ക്രൈബ്സ് ആവശ്യം മാത്രമേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടമുള്ള മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് വീഡിയോ തുടർന്നേക്കാം. സോ കുറേ പ്രൊട്ടസ്റ്റ്, മഞ്ഞപ്പടാൻ ഇടപെടുന്നു, അങ്ങനെ കുറേ വിപ്ലവത്തിന് ശേഷമായിരുന്നു ഇന്നലത്തെ മത്സരം കാണാൻ വേണ്ടി ഫാൻസ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതും നമ്മുടെ ഹെഡ് കോച്ചിനെ പറഞ്ഞു വിട്ടിട്ടുള്ള ഫസ്റ്റ് ഗെയിം എന്നുള്ളത്. സോ നല്ലൊരു പ്രഷർ തന്നെ നമ്മുടെ പ്ലേയേഴ്സിനും അതുപോലെ മാനേജറിൻ്റെ മുകളിലും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ആശ്വാസം ഉള്ളത് പോയിന്റ്സ് ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്ന ടീമായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു. ഓക്കെ, ജയം അല്ലെങ്കിൽ സമനില, തോൽവി എന്നൊരു സംഭവം അധികം ഫാൻസും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. സോ നമ്മളെല്ലാവരും വിചാരിച്ചതുപോലെ ഒരു ജയം, അതും 3-0 ഒരു ക്ലീൻ ഷീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ തന്നെ ഒന്ന് മറന്ന് കളഞ്ഞേക്കാം. കാരണം ഹെഡ് കോച്ച് ഇല്ലാതെ നമ്മൾ വരുന്ന ഒരു മത്സരമാണ്, അധികം ടൈമൊന്നും കിട്ടിയിട്ടില്ല പ്രിപ്പയർ ചെയ്യാൻ പുതിയ കോച്ചസിനും അതുപോലെ പ്ലേയേഴ്സിനും ഒക്കെ. സോ ഫസ്റ്റ് ഹാഫ് ഒന്ന് ഡിലീറ്റ് ചെയ്യുക, നമുക്ക് സെക്കൻഡ് ഹാഫ് മാത്രം ഒന്ന് ആലോചിച്ച് നോക്കാം. ആദ്യം തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള കുറേ ഇന്ത്യൻ പ്ലേയേഴ്സ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോറോ സിംഗ് ഇപ്പം 3 അസിസ്റ്റ് ആയിട്ടുണ്ട്, 2 ജിമിനിസിനായിരുന്നു, ഇന്നലെ ഒരെണ്ണം നോക്കിയും കൊടുത്തിട്ടുണ്ട്. സോ ഒരു പ്രോമിസിംഗ് യങ് പ്ലെയറെ നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നു. തൂക്കി വിൽക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇന്നലെ ലാസ്റ്റ് നിമിഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ അമാവിയ തന്നെ നല്ലൊരു ഇമ്പാക്റ്റ് അത്രയും ഷോർട്ട് ടൈമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തുള്ള മത്സരങ്ങളിലൊക്കെ കൂടുതൽ ടൈം കിട്ടുമ്പോൾ അദ്ദേഹം നല്ല ഇതിനെ കളിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. സോ ഒരു യങ് പ്ലേയേഴ്സിൻ്റെ നല്ലൊരു ബിൽഡ് അല്ലെങ്കിൽ നല്ലൊരു ടീം തന്നെ നമുക്ക് ജനറേറ്റ് ആയി വരുന്നുണ്ട്. നമുക്ക് എല്ലാ വർഷവും അങ്ങനെ വരുന്നതാണ്. സാധാരണ നമ്മൾ അങ്ങനെ നല്ലപോലെ കളിക്കുന്ന പ്ലേയേഴ്സിൻ്റെ 2-3 വർഷം ടീമിൽ വെച്ച് ISL ഒരു ഐഡൻറ്റിറ്റി ജനറേറ്റ് ചെയ്യും, എന്നിട്ട് വിറ്റ് കളയും. അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഡാനിഷ് ഫാറൂഖിൻ്റെ കാര്യമാണ്. നമ്മൾ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ മറന്നു കളയുന്നത്? നമ്മൾ പൊതുവെ എന്ന് വെച്ചാൽ ആ ഒരു ചീത്തപ്പേരിന് ശേഷം 2-3 മത്സരം അദ്ദേഹം നല്ലപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ ഇന്നലത്തെ ഒരു ഗെയിം നോക്കുവാണെങ്കിൽ അദ്ദേഹം കുറേ മിസ് പാസുകൾ, അതുപോലെ തന്നെ ബോൾ ഫ്രണ്ടിലെത്തിയിട്ട് അതുമായിട്ട് നേരെ തിരിച്ച് പുറകോട്ട് പോകുന്നു, അതുപോലെ കുറേ അനാവശ്യ ഫൗൾസ്. എന്ന് വെച്ചാൽ 2-3 ഫൗൾസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്താ അനാവശ്യമായിട്ടാണ് അദ്ദേഹം ഫൗൾ ചെയ്യുന്നുള്ളത്. സോ അങ്ങനെ മിസ്റ്റേക്സ് നമ്മൾ ഡാനിഷ് ഫാറൂഖിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ജയിച്ചിരുന്നു. സോ ഇതൊക്കെ നമുക്ക് മറന്നു കളയാം തൽക്കാലത്തേക്ക്. ഇനിയൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നമ്മുടെ ഹോർൺപാമിന് അടുത്ത കളി കളിക്കാൻ പറ്റൂല ഡ്യൂ ടു 4 യെല്ലോ കാർഡ്. സോ സസ്പെൻഷൻ ആയിരിക്കും. സോ നമുക്കറിയാം അടുത്ത കളി JFCക്കെതിരെയാണ് കളിക്കാൻ പോകുന്നത്. അവരുടെ ജാവി ഹെർണാണ്ടസ്, അതുപോലെ മുറേ, പിന്നെ സിവേറിയോ, അങ്ങനെയുള്ള ഒരു എവണ്ടൻ ഫോർവേഡാണ് അവർക്കുള്ളത്. സോ നമുക്കൊരു സെൻറ്റർ ബാക്ക് എന്ന് പറയുമ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നു പ്രീതം കോട്ടാലും മിലോസും CB കളിക്കും. പിന്നെ നമ്മുടെ നവോച്ച് സന്ദീപോ അല്ലെങ്കിൽ ഇപ്പോൾ ഐബൻ ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം വരാൻ ചാൻസ് ഉണ്ട്, പ്രബീറുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ ഡിഫൻസ് പോകാൻ പോകുന്നത്. ഹോർമില്ലാത്ത തീർച്ചയായും നമുക്കൊരു മിസ് തന്നെയാണ്. ഇന്നലത്തെ മത്സരം ജയിച്ചുകൊണ്ട് തന്നെ ടോപ്പ് 6 എന്നുള്ള സംഭവം നമുക്ക് അലൈവായിട്ടുണ്ട്. സോ ഇനിയുള്ള 3 മത്സരം നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 29 ഞായറാഴ്ച നമ്മുടെ JFCക്കെതിരെ, പിന്നെ 5 ജനുവരി നമ്മുടെ പഞ്ചാബിനെതിരെ, പിന്നെ 13 ജനുവരി നമ്മുടെ ഒഡീഷ FCക്കെതിരെ. ഇതാണ് നമ്മുടെ അടുത്ത 3 ഗെയിംസ് ഉള്ളത്. ഈ 3 കളി നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കളിയും കൂടെ നമുക്ക് ജയിക്കാൻ പറ്റിയാൽ ടോപ്പ് 6 ഏകദേശം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഒരു ടോപ്പ് 6ലേക്ക് നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്തൊക്കെയാണെങ്കിലും അടുത്ത 3 ഗെയിംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ. ഇനി ലൂണ ഒഴിച്ച് നമ്മുടെ എല്ലാ ഫോറിൻ പ്ലേയേഴ്സും ഇപ്പോൾ ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നോഹയുടെ കാര്യം എടുത്തു പറയണല്ലോ, വാട്ട് എ പ്ലെയർ. നമുക്കറിയാം നോഹയുടെ ഇൻഡിവിജ്വൽ എഫേർട്സ് എല്ലാ ഗെയിംസിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ ബാംഗ്ലൂരിനെതിരെയും അതുപോലെ മറ്റ് ഗെയിംസിലൊക്കെ വെച്ചാൽ ലാസ്റ്റ് 2-3 ഗെയിംസ് വാങ്ങൽ കംപ്ലീറ്റ്ലി ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ കമ്പാരിറ്റീവ്ലി ഇന്നലെ അദ്ദേഹം ഇച്ചിരി ഫ്രീ ആയിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് അദ്ദേഹത്തിന് വിങ്ങിലൂടെ ഓടാനും അതുപോലെ ക്രോസ് ചെയ്യാനും അദ്ദേഹത്തിന് ഒരു ഫ്രീ ബേർഡായിട്ട് ഇന്നലെ കിട്ടിയോണ്ട് തന്നെ അദ്ദേഹം മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ഗെയിം ജംഷഡ്പൂർ FCക്കെതിരെയാണ്. നമ്മുടെ സ്റ്റീഫൻ എസ്സെ പോലെ വലിയ ഡിഫൻഡേഴ്സൊക്കെ ഉണ്ട്. എന്തുമാത്രം സക്സസ് ആവും നമ്മൾ നോക്കി തന്നെ കാണണം. സ്റ്റിൽ നോഹ സദോയ് ഇന്നലെയും പ്ലെയർ ഓഫ് ദ മാച്ച് ആയിരുന്നു. ഒരു ബ്രില്യൻ മാച്ച് തന്നെ അദ്ദേഹത്തിന് ഇന്നലെ കിട്ടിയിട്ടുമുണ്ടായിരുന്നു. ഒന്ന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കണേ, വിറ്റുകളയല്ലേ, എനിക്കതേ പറയാനുള്ളൂ. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇനി ലൂണയുടെ ആവശ്യമുണ്ടോ, അദ്ദേഹം ഫോമൗട്ട് അല്ലെങ്കിൽ ഓവർ റൈറ്റഡ് ആണ്, ലൂണയെ പറഞ്ഞു വിടേണ്ടതെന്നുള്ളതൊക്കെ. ഇഞ്ചുറിക്ക് ശേഷം പഴയ ലൂണ മിസ്സിങ് ആണെന്നൊക്കെ രീതിയിൽ ഒന്ന് ആലോചിക്കാം. ഈ ISL സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ആർക്കെന്നറിയോ? ഒന്ന് സ്റ്റുവർട്ട് 5 അസിസ്റ്റാണ്, രണ്ടാമതുള്ളത് നമ്മുടെ ലൂണയാണ് 4 അസിസ്റ്റുമായിട്ട്. ഈ സീസണിലെ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് പ്ലേയേഴ്സ് ആയിരിക്കുമെന്നറിയോ? നമ്മുടെ കോർണർ ഷീൽഡ് 46, പിന്നെ ഡിമി പെട്രട്ടോസ് 32, മൂന്നാമത് നമ്മുടെ ലൂണയാണ് 31.
മോസ്റ്റ് ബിഗ് ചാൻസ് ക്രിയേറ്റഡ് ആയിരിക്കാന്നറിയോ? ഫസ്റ്റ് വരുന്നത് നമ്മുടെ ലൂണ തന്നെയാണ് 5, രണ്ടാമതാണ് അലാദിൻ അജാരി വരെ വരുന്നത്, അദ്ദേഹത്തിനും 5 തന്നെയാണ്. സോ ഫിനിഷ്ഡ് ലൂണയ്ക്ക് ഇത്രത്തോളം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ നോക്കിയാൽ ലൂണയ്ക്ക് ബോൾ പ്രൊവൈഡ് ചെയ്യാനും ലൂണയ്ക്കാണെങ്കിൽ ഇച്ചിരി ഫ്രീ ആയിട്ട് കളിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ വർഷം എക്സ്ട്രാ പ്രഷറൊക്കെ ലൂണയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾ സ്കോറിലേക്ക് എത്താൻ സാധിക്കുന്നില്ല കമ്പാരിറ്റീവ്ലി. ലോങ് ബ്രേക്ക് കഴിഞ്ഞ് ഇഞ്ചുറി കഴിഞ്ഞ് വന്ന പ്ലെയറിന് ഇത് കൂടുതൽ എന്ത് ചെയ്യാനാണ്? എന്തൊക്കെയാണെങ്കിലും ഗോൾ സ്കോറിങ്ങിലേക്കൂടെ ലൂണ എത്തിയാൽ ടീമിനും അത് ഗുണമാണ്, അദ്ദേഹത്തിന് ഇൻഡിവിജ്വലിയും അത് ഗുണം തന്നെയാണ്. അദ്ദേഹം ടീമിന് വേണ്ടി ഫുൾ എഫേർട്ട് ഇട്ട് തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. ഒരു കംപ്ലീറ്റ് ക്യാപ്റ്റൻ പെർഫോമൻസ് തന്നെ. എന്തൊക്കെയാണെങ്കിലും അടുത്ത ഗെയിംസിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ഗോൾ സ്കോറിങ്ങിലേക്കൂടെ വരട്ടെ. നമ്മുടെ റിസർവ് ടീം ഹെഡ് കോച്ചും അതുപോലെ യൂത്ത് ടീമിനെ കഴിഞ്ഞ 3 വർഷമായിട്ട് കൈകാര്യം ചെയ്ത തോമസ് നമുക്കറിയാം ഈ വർഷം നമ്മുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ആയിട്ടുണ്ടായിരുന്നു. സ്റ്റഹറയും അവരുടെ ടീമും ഔട്ടായപ്പം ഇന്നലെ നോഹ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ടീമിലേക്ക് വന്നു കഴിഞ്ഞ് 1 വീക്ക് തന്നെ ഭയങ്കര സർപ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. കാരണം ഞങ്ങളെപ്പറ്റി വലിയതായിട്ട് അറിയത്തുമില്ല, സ്റ്റിൽ അദ്ദേഹം സർപ്രൈസിങ് ആയിരുന്നു ടീമിലേക്ക് വന്ന് അത്രത്തോളം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. മാർക്കസ് ഒരു ട്വീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ കോച്ചസിനെ പറ്റി ബ്ലാസ്റ്റേഴ്സ് ചർച്ച ചെയ്യുന്നുണ്ട്, കുറേ പേര് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ചാടി ഒരു ഡിസിഷനിലേക്ക് എത്തില്ല, പതിയെ എത്തുള്ളൂ എന്നുള്ളത്. അതുപോലെ നമ്മുടെ തോമസ് ടീമിലുണ്ട്, അദ്ദേഹം ഇന്നലെ ജെയും നേടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതും മാനേജറിൻ്റെ ശ്രദ്ധയിലുണ്ട് എന്ന രീതിയിലായിരുന്നു മാർക്കസ് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇദ്ദേഹം ഹെഡ് കോച്ച് ആകും അല്ലെങ്കിൽ ഇദ്ദേഹം വന്നാൽ പൊളിക്കുമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. സ്റ്റിൽ ഹി നോസ് ദ ടീം. കാരണം യങ് പ്ലേയേഴ്സ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യൻ സിറ്റുവേഷൻ അറിയാം, നമുക്കറിയാം കിബു വിക്കുവിൻ്റെ കൂടെയായിരുന്നു ഇദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് നമ്മുടെ ഐ ലീഗ് മോഹൻബഗാന് വേണ്ടി കിബു വിക്കുവിൻ്റെ കോച്ചായിരുന്നപ്പോഴും ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഇന്ത്യൻ പ്ലേയേഴ്സിനും ഇന്ത്യൻ കണ്ടീഷനും അദ്ദേഹത്തിന് നല്ലപോലെ തന്നെ അറിയാം. ഇച്ചിരി ടൈം കൊടുത്താൽ ഇച്ചിരി നല്ലപോലെ ഒരു അസിസ്റ്റൻറ്റ് കോച്ചെങ്കിലും ടീം നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഹെഡ് കോച്ച് ആക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. സ്റ്റിൽ ഹീസ് എ ഗുഡ് ഓപ്ഷൻ. എനിക്ക് എല്ലാവരും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റോട് എതിരഭിപ്രായമുള്ളത് ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ടീമില്ല അല്ലെങ്കിൽ ആവറേജ് ടീമാണെന്നുള്ളതാണ്. എനിക്ക് പക്ഷേ ഒരിക്കലും തോന്നിയിട്ടില്ല. ബ്ലാസ്റ്റേഴ്സ് ഒരു നല്ല ടീം തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യമാണെങ്കിലും നല്ല പ്ലേയേഴ്സ് നമുക്ക് തന്നെ ഉണ്ട്. എന്നാലൊരു മിക്സഡ് പസിലാണ്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പസിലൊക്കെ മാറിക്കിടക്കാണ്. അത് ശരിക്കും അറേഞ്ച് ചെയ്താൽ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം തന്നെയാണ് ഈ ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളത്. അങ്ങനെ കോച്ചിനെ തന്നെയാണ് നമുക്ക് വേണ്ടതും. എവിടെയൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ കളിക്കും ആ ഒരു പസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് അറിയാവുന്ന ഒരു കോച്ച് വന്നാൽ നമ്മളെ തീർച്ചയായും നല്ലൊരു ലെവലിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തൊക്കെയായാലും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അടുത്ത മാച്ചിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ എന്താണ്? ഒന്നായി കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നന്ദി പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.